കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പി പ്രസാദ്. സർ, ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PMCയുടെ കാര്യത്തിൽ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലെ എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം നൽകേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മൾ തമ്മിലുള്ള തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സർ, ഇവിടെ പറയുന്നു Sit down. Proceed, please. Prasad. അങ്ങിരിക്കൂ. അവിടെ പ്രസാദ്. സർ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യത്തിൽ ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24
എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? ഐ വുഡ് റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്പ്. എന്താ NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ NEP-യുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഈ ഞങ്ങളതിൻ്റെ അംബാസഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, ആരാ ന്യായീകരിച്ചത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJP-യുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജന്റെ വീട്ടിൽ. അത് കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാന്നാ പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകൾ ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിന്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെന്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഇതാണ്, മെയ് 8 വന്ന കത്ത്. മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് അവതരണാനുമതി നിഷേധിക്കുന്നു. സാർ നമ്മുടെ നിയമസഭയിൽ ബഹുമാന്യനായ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ അവർക്കെന്തോ ഒരു